ബോൾട്ട് ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവരുടെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റുകൾ, പഴയ പ്രോഡക്റ്റുകൾ പുതിയ പ്രോ വേരിയൻ്റ് ആയിട്ട് ഇറക്കുക. അങ്ങനെ ഇറക്കിയൊരു പ്രോഡക്റ്റാണ് Y1 Pro. ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ Z40 ഒരു പ്രോ വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്. Z40 Pro 1199 രൂപ സ്പെഷ്യൽ ലോഞ്ചിലാണ് വന്നെങ്കിൽ പോലും ഇപ്പോൾ ഇതിൻ്റെ വില 1299 കാരണം ബിഗ് ദിവാലി സെയിൽ നടക്കുന്നു. എന്നാൽ 1499 1599 ആയിരിക്കും. ഈ ഒരു റേഞ്ചിലാണ് നോർമൽ റേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1500 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു Z40 Pro വാങ്ങിച്ചാൽ ബൈങ് ആകും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളാണ്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു Z40 Pro നിങ്ങൾക്ക് വേണോ, ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക DeepZstore. അപ്പോൾ ഇതാണ് നമ്മുടെ Z40 Pro. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് നമ്മുടെ C40, അതിൽ വേറൊരു സംശയമല്ല ഡിസൈനിൽ. എന്നാൽ അവിടെ ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡ്യുവൽ ടോൺ റബ്ബറൈസ്ഡ് സ്ക്രാച്ച് പ്രൂഫ് കേസ് ആണ്. സ്ക്രാച്ച് പ്രൂഫ് ആണെങ്കിൽ പോലും നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ആ പാട് അവിടെ വരുന്നുണ്ട്. എന്നാൽ ഒരു തുണി വെച്ചങ്ങ് തുടച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ. ബോൾട്ട് ഓഡിയുടെ ലോഗോ ഫ്രണ്ടിലുണ്ട്, ഒരു LED ഇൻഡിക്കേറ്ററും ഏറ്റവും അടിയിലൊരു Type-C പോർട്ടും കാണാം. 100 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം ഒരു കേസ് എന്ന്. കൂടാതെ 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 120 മിനിറ്റും പറയുന്നുണ്ട്. കാരണം ഇതിൽ Type-C ആണ് കേട്ടോ. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, എത്ര മണിക്കൂർ കൊണ്ട് ചാർജ് ആകും എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ 5V1 കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ, അതായത് 5 വോട്ട്സിൻ്റെത്. പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും Type-C ആയതുകൊണ്ട് തന്നെ 5V2 ഔട്ട്പുട്ട് അതിലുണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്യാൻ കേട്ടോ. ഇവർ തരുന്ന ഈ ഒരു കേബിൾ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ആ ഒരു ലിഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡോടെ ഇരിപ്പുണ്ട്. ആ ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുന്നതിന് എൻ്റയർലി അല്ലേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ്. എന്തായാലും ഇതിനകത്ത് ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അതല്ല അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ നോക്കുവാണെങ്കിൽ ഇതിൽ ബ്ലിങ്ക് ആൻഡ് പേ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏത് ഡിവൈസിലാണോ ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആകണം. പക്ഷേ ഞാൻ ഐഫോണിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ആൻഡ്രോയിഡിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒന്നിലും അങ്ങോട്ട് റീകണക്ട് ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഇയർബഡുകൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ മറ്റുള്ള പ്രോഡക്റ്റുകൾ കാണുന്ന പോലെ തന്നെ അങ്ങോട്ട് കണക്ട് ആവും കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്നാലും നിങ്ങളുടെ അനുഭവം എന്താണ് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുക. ഇനി ഇയർബഡുകളിലേക്ക് ഉണ്ടെങ്കിൽ ഇവിടെയും പറയാനുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. ബാക്കിൽ ബോൾട്ട് ലോഗോ ഉണ്ട്. ആ ഒരു ബാക്കിലത്തെ ഭാഗം മാത്രമാണ് ഒരു മാറ്റ് ഫിനിഷ്, ബാക്കി എല്ലാം തന്നെ ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇവിടെയും ആ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കളർ നല്ല രസമുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ കൊള്ളാം അല്ലേ. ബ്ലാക്കിനോട് പിന്നെ ഏതൊരു ലൈറ്റ് കളർ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതിൽ വേറൊരു സംശയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ സിംഗിൾ പ്ലേ ടൈം കമ്പനി അവകാശപ്പെടുന്നത് 8 മണിക്കൂറാണ്. അതൊരു 60-70% കേട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാൽ 100% നമ്മൾ ഇടുമ്പോഴത്തേക്ക് 8 എന്ന് പറയുന്നത് താഴോട്ട് വന്നിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 മണിക്കൂറിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിന് വേറെ സംശയമില്ല. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വലുതിലാണെങ്കിലും ഇടത്തിലാണെങ്കിലും ജസ്റ്റ് 1 ടാപ്പ് ചെയ്യണമെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റേ. വലുതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും. ഇടയിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അങ്ങോട്ട് ഡൗൺ ആവും. കൂടാതെ കോഡ് ടാപ്പ് നമ്മൾ വലുതിലാണെങ്കിലും ഇടത്തിലാണെങ്കിലും ചെയ്യുവാണെങ്കിലാണ് ഇതിനകത്തുള്ള ഗെയിമിംഗ് മോഡ് അങ്ങോട്ട് ഓൺ ആവും 45mm. കൂടാതെ വീണ്ടും അതുപോലെ ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക് മോഡിലേക്ക് പോകും. അതേപോലെ തന്നെ വലുതിലാണെങ്കിലും ഇടത്തിലാണെങ്കിലും ജസ്റ്റ് ഒരു ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻസ് ഇത് കണ്ട ഇതുപോലെ അങ്ങോട്ട് വർക്കൗട്ട് ആവും. ഇനി ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും, അതായത് കുറേ നേരം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇയർ പെയിനോ അങ്ങനെ ഒന്നും തന്നെ എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയിസ് ക്യാൻസലേഷനൊക്കെ വരുന്നുണ്ട്. സോ ഒരു ചെറിയൊരു ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, ഒരാടുത്ത് മിണ്ടുക അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴത്തേക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാനും ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ Z40 Proയിൽ നിന്നും ലഭ്യമാകുന്ന ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിൽ ഞാൻ നോർമലാണ് സംസാരിക്കുന്നത്. കോട്ട് മൈക്ക് വിത്ത് ENX ടെക്നോളജി ഇതിനകത്തുണ്ട്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം കാണാം. ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മളിത് വാങ്ങിച്ചാൽ വർക്കാകുമോ? എന്തായാലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വേണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99.9% പാട്ടുകളിലും. പിന്നെ ഇതിന്റെ ആ ഒരു ഔട്ട്പുട്ട് പറയുവാണെങ്കിൽ ബേസ് ബൂസ്റ്റഡ് ആണ്. കൂടാതെ ഒരു പൊടിക്ക് ട്രെബിളും ബൂസ്റ്റർ ആണ്. ഞാൻ ഇതിൻ്റെ പാട്ട് മ്യൂസിക് ക്വാളിറ്റി കേൾക്കുന്നത് നമ്മുടെ മിവിയുടെ K6 ഉണ്ടല്ലോ, അത് കേട്ടതിന് ശേഷമാണ്. അത് ടെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതങ്ങോട്ട് എടുക്കുന്നത്. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ട്രെബിൾ ഒത്തിരി
ഭയങ്കര രീതിക്ക് കൂടുതൽ പോലെ ആയിരുന്നു. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ മിവി K6 എന്ന് പറഞ്ഞത് കുറച്ച് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് മോണോ ഔട്ട്പുട്ടാണ്. അപ്പോൾ അത് കേട്ട് പെട്ടെന്ന് ഇതിലോട്ട് സ്വിച്ച് ഓവർ ആയപ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് അടുത്ത ദിവസമാണ് ചെക്ക് ചെയ്തത്. ആ സമയത്ത് എനിക്ക് നല്ല രീതിക്ക് എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി. എന്നാലും ഒരു പൊട്ടിക്കൊരു ട്രബിൾ കൂടുതലാണ്, പക്ഷേ നമുക്കതൊരു ഭയങ്കര രീതിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടാണ് ഇടുന്നെങ്കിൽ പോലും നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഒരു റിച്ച് ക്വാളിറ്റി ബേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സോ നിങ്ങളൊരു ബേസ് ലവർ ആയിക്കോട്ടെ, അതല്ല വോക്കൽ ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആളായിക്കോട്ടെ, ഏതാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആവും, അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഹെവി റെയിലിൽ പോലും ഇത് യൂസ് ചെയ്തുകൊണ്ട് പോവാം. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇൻ കേസ് 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ, 1 വർഷമല്ല, നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അങ്ങോട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 3 മാസം എക്സ്ട്രാ കിട്ടും. അതായത് 15 മാസം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. സോ ഹെവി റെയിലോ അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റിക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ 45 ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കണമല്ലോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ട്രിഗറിന് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ SBC കോഡൊക്കെ ഓൺ ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു 45 ms ഗെയിം മോഡിലോട്ട് അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ 45 ms മാക്സിമം ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു പ്രോ പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ഡിലേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണെങ്കിൽ കളിച്ച് പോകാനായിട്ട് അങ്ങോട്ട് പറ്റും കേട്ടോ. എന്തായാലും ഇത്രയാണ് ഈ ഒരു ബോൾട്ട് ഓഡിയോ Z40 പ്രോനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. 1199 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇറങ്ങി. എന്നാൽ ഓഫർ സമയങ്ങളിൽ 1299 കിട്ടും. പക്ഷേ 1500 രൂപയാണ് നോർമൽ റേറ്റ്. 1500 രൂപയ്ക്ക് വാങ്ങിച്ച വർക്ക് ബൈങ് ആകുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ബോൾട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണം, ഇതുപോലെ ഒരു എൻറ്റയർലി യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻ വേണം, സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ളൊരു കേസാണ്, അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇത് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. പിന്നെ 1299 കിട്ടുന്നതിൽ കണ്ടും പൂട്ടി വാങ്ങിച്ചുള്ളൂ. ബോൾട്ട് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നുള്ളൊരു വേറൊരു സംശയമില്ല. ഓൾറെഡി നിങ്ങൾ ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ടു, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി ഞാൻ പറഞ്ഞു, ഗെയിം ഒരു ലോ ലേറ്റൻസി നിങ്ങൾ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ പർപ്പസ്. ഇതും ഞാൻ പറഞ്ഞത് മ്യൂസിക് ക്വാളിറ്റി ഞാൻ പറഞ്ഞത് വെച്ച് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. അതർവൈസ് എന്താ പറയുക, മറ്റുള്ള ഓപ്ഷൻസ് ആവശ്യം പോലെ ഉണ്ട് 1500 രൂപയ്ക്ക്. പക്ഷേ ഞാൻ പറയും കേട്ടോ, ബോൾട്ട് Z40 പ്രോ ബോൾട്ടിലൊരു ബ്രാൻഡ് വേണം. 1500 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചാൽ വർക്ക് ബൈങ് ആകും. അതിൽ വേറൊരു സംശയം നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോൾട്ട് ഓഡിയോ Z40 പ്രോനെ കുറിച്ചിട്ടൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ DeepZstoreലേക്ക് വന്നോളൂ. അവിടെ നിങ്ങൾക്ക് ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. പിന്നെ ഒരു ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.